സീതാറാം യെച്ചൂരിയുമായി ഷൈല ടീച്ചർക്ക് വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ യെച്ചൂരി ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നത്? ഞങ്ങളുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട സഖാവാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വേർപിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എനിക്ക് പ്രത്യേകിച്ച് നേരത്തെ അങ്ങനെ വ്യക്തിപരമായിട്ടൊരു അടുപ്പം വെക്കുന്ന ആളായിരുന്നു യെച്ചൂരി തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ മിനിസ്റ്ററായ സമയത്തായിരുന്നു, അന്നേരമാണല്ലോ നമ്മൾ നേതാക്കന്മാരുടെയൊക്കെ ഒരു പിന്തുണയൊക്കെ ഏറെ ആഗ്രഹിക്കുക. ആ സമയത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യും, ചിലപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തുമായിട്ടൊരു വ്യക്തിബന്ധം എന്നുള്ള നിലയിൽ. സഖാക്കളെല്ലാം തമ്മിൽ ബന്ധമുണ്ട്, പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല പിന്തുണ കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുന്നത്. മാത്രമല്ല, യെച്ചൂരി എപ്പോഴും 72 വയസ്സായെങ്കിലും പാർട്ടി നേതൃത്വത്തിനിടയിലെ യുവത്വമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് അദ്ദേഹം വേർപിരിയും തോന്നിയിട്ടില്ല. കഴിഞ്ഞ ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അദ്ദേഹം വന്നിരുന്നു. ആ സമയത്ത് നല്ല ചുമയുണ്ടായിരുന്നു. പക്ഷേ സാധാരണ ഇടയ്ക്ക് അങ്ങനെ ചുമക്കുന്നത് കാണാറുണ്ട്. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം വേർപിരിയുമെന്ന് ഇതുവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് യെച്ചൂരിയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ അഗാധമായ അറിവ് ആണ് അദ്ദേഹത്തെ ഏറ്റവും ഉയർന്ന നേതാവായിട്ട് മാറ്റിയത്. പഠിക്കുന്ന കാലത്തുള്ളത് മാത്രമല്ല, അദ്ദേഹം മാർക്സിയൻ തത്വശാസ്ത്രത്തിൽ അവഗാഹമായിട്ടുള്ള അറിവുള്ള ഒരാളാണ്. അത് വ്യാഖ്യാനിക്കാനും എഴുതാനും കഴിയുന്ന അപൂർവ നേതാക്കന്മാരിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള പാണ്ഡിത്യം, പുരാണേതിഹാസങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും പുരാണേതിഹാസങ്ങളിൽ നിന്നൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കാറ്. അത് വളരെ ആകർഷകവും ഉചിതവുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു നല്ല കമ്മ്യൂണിസ്റ്റിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ ശക്തികളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം എക്കാലവും സ്മരിക്കും ആളുകൾ. CPM ഒരു ചെറിയ പാർട്ടിയാണ്, പക്ഷേ ഇന്ത്യ ബ്ലോക്ക് രൂപം കൊള്ളുന്നതിൻ്റെ പിന്നിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും അത് സീതാറാം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എക്കാലവും ഓർമ്മിക്കുന്ന ഒരു നേതാവായിരിക്കും സഖാവ് സീതാറാം യെച്ചൂരി.